വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യയിലും കേരളത്തിലും തൂക്കിലേറ്റപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണിത്. ഇന്ത്യയിൽ ഇതുവരെ തൂക്കിലേറ്റിയത് ഒരു സ്ത്രീയെ മാത്രമാണ്, അതും തീഹാർ ജയിലിൽ. ഈയിടെയുണ്ടായ ഷാരോണിൻ്റെ കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നു. 2021 ഒക്ടോബർ മുതലാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. 2022 മാർച്ച് 4-ന് ഗ്രീഷ്മയ്ക്ക് വേറെ വിവാഹ നിശ്ചയം നടത്തി. ഇതിനെ തുടർന്ന് ഇരുവരും പിണങ്ങി. 2022 മെയ് മുതൽ ഗ്രീഷ്മ വീണ്ടും ഷാരോണുമായി അടുപ്പത്തിലായി. 2022 ഓഗസ്റ്റ് 22-ന് പാരസെറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും അത് ശരീരത്തിലുണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ചും നിരവധി തവണ ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നുവെന്ന് പറയുന്നു. ഗ്രീഷ്മ നൽകിയ കൊടും വിഷമായ പാരാക്വറ്റ് എന്ന കളനാശിനിയാണ്. 11 ദിവസമാണ് ഷാരോൺ ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞത്. 11 ദിവസവും ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ മരണത്തോട് മല്ലിട്ടിരുന്നു. ആന്തരിക അവയവങ്ങളെല്ലാം തകർന്നിരുന്നു. കുടലടക്കം അഴുകിപ്പോയിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. ശരിക്കും ഒരു ക്രൂരമായ കൊലപാതകം തന്നെ എന്നു പറയാം. ഒടുവിൽ ഇപ്പോൾ ഗ്രീഷ്മ ചെന്നെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ 1C 2025 SS ഗ്രീഷ്മ എന്ന ജയിൽ രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ജയിലിലെ 14-ാം ബ്ലോക്കിൽ 11-ാം നമ്പർ സെല്ലിലാണ് റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത്. ജയിലിലെ മറ്റു സ്ഥിരം തടവുകാരെ പോലെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പരിഗണിക്കുക. അപ്പീലുകളെല്ലാം തള്ളി വധശിക്ഷ ഉറപ്പായാൽ മാത്രമേ ഇവരെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റുകയുമുള്ളൂ. കേരളത്തിൽ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട 3ാമത്തെ മാത്രം പ്രതിയാണ് ഗ്രീഷ്മ. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിയും ഗ്രീഷ്മ തന്നെ. നിലവിൽ കേരളത്തിൽ 2 വനിതാ കുറ്റവാളികളാണ് ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള കൊലക്കയർ കാത്തുകഴിയുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് വന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരേയൊരു സ്ത്രീ കുറ്റവാളിയെ മാത്രമാണ് തൂക്കിലേറ്റപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടാൽ അത് ചരിത്രത്തിൽ ഇടം പിടിക്കും. സ്വാതന്ത്ര്യത്തിനു ശേഷം 57 പേരെ മാത്രമാണ് രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കിയവരുടെ യഥാർത്ഥ കണക്കിൽ തെറ്റുണ്ട് എന്നും പറയുന്നു. 1991-ലാണ് കേരളത്തിൽ അവസാനമായി ഒരു പ്രതിയെ തൂക്കിലേറ്റിയത്. കേരളത്തിൽ ഇതുവരെ തൂക്കിലേറ്റിയത് 3 പേരെയാണ്. ദുർമന്ത്രവാദത്തിനായി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ അഴകശോകനെയാണ് 1979-ൽ ആദ്യമായി കേരളത്തിൽ തൂക്കിലേറ്റിയത്. 1984-ൽ വക്കേരിയിൽ 4 പേരെ കൊലപ്പെടുത്തിയ വി ബാലകൃഷ്ണനെ 1990-ന് മാർച്ച് 16-ന് തൂക്കിലേറ്റി. 18 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രൻ 1991 ജൂലൈ 6-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി. അതായത് ഒരു വനിതാ കുറ്റവാളിയെപ്പോലും കേരളത്തിൽ തൂക്കിലേറ്റിട്ടില്ല എന്ന അർത്ഥം. എന്നാൽ നിരവധി സ്ത്രീകളെ തൂക്കിലേറ്റാൻ വിധിച്ചിട്ടുണ്ടെങ്കിലും ഒരേയൊരു പ്രതിയെ മാത്രമാണ് ഇന്ത്യയിൽ തൂക്കിക്കൊന്നിട്ടുള്ളത്. 1955 ജനുവരി 3-ന് തീഹാർ ജയിലിൽ വെച്ച് രത്തൻഭായ് ജെയിനിയെയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റിയത്. ഒരു ക്ലിനിക്കിൽ മാനേജരായി ജോലി ചെയ്തിരുന്ന രത്തൻഭായ് ആ ക്ലിനിക്കിൽ തന്നെ ജോലി ചെയ്തിരുന്ന 3 സ്ത്രീകളെ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. തൻ്റെ ഭർത്താവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് രത്തൻഭായ് ജെയിൻ വിഷം നൽകി 3 പെൺകുട്ടികളെ കൊന്നത്. ഈ 2 സ്ത്രീകളുടെ കാര്യത്തിൽ വിഷം ഒരു വീക്ക്നെസ്സാണ്.